നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. കുടുംബവിശേഷങ്ങളെല്ലാം അവർ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാറുമുണ്ട്. ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹത്തിനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. പരസ്യമായ പ്രണയ പ്രഖ്യാപനത്തിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ട ദിയയുടെ വിവാഹം ഔദ്യോഗികമായി ഉറപ്പിച്ചിരിക്കുകയാണ് കുടുംബം. തന്റെ ബോയ്ഫ്രണ്ടായ അശ്വിനെ നേരത്തെ തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ ദിയ പരിചയപ്പെടുത്തിയിരുന്നു. ചേച്ചിയുടെ വിവാഹത്തിന് മുൻപേ തന്റെ വിവാഹം ഉണ്ടാകുമെന്നും ദിയ പറഞ്ഞിരുന്നു. സെപ്റ്റംബറിൽ ദിയയുടെ വിവാഹം ഉണ്ടാകുമെന്നും അമ്മ സിന്ധു കൃഷ്ണയും അറിയിച്ചിരുന്നു. ദിയയുടെ മുൻ പ്രണയം ബ്രേക്കപ്പ് ആയതിന് പിന്നാലെയാണ് അശ്വിനുമായി ദിയ പ്രണയത്തിലായത്. അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ വൈറലായിരുന്നു. ഇരുവരും പ്രണയത്തിലാണെങ്കിലും ഇപ്പോൾ ഔദ്യോഗികമായി ദിയയെ പെണ്ണു കാണാൻ ചെന്നിരിക്കുകയാണ് അശ്വിനും കുടുംബവും. അശ്വിന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദര ഭാര്യയും അവരുടെ കുഞ്ഞും ചേർന്ന കുടുംബമാണ് പെണ്ണുകാണാനിന് എത്തിയത്. തമിഴ് ആചാരപ്രകാരം താമ്പൂലവും പഴങ്ങളുമായാണ് അശ്വിന്റെ അമ്മ എത്തിയത്. കൃഷ്ണകുമാറിന്റെ മൂത്ത മകളും നടിയുമായ അഹാന ഒഴിച്ചു ബാക്കി എല്ലാവരും അശ്വിന്റെ കുടുംബത്തെ സ്വീകരിക്കാൻ വീട്ടിലുണ്ടായിരുന്നു. അഹാന ചെന്നൈയിലാണെന്നും ദിയ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞാണ് ദിയ വീഡിയോ തുടങ്ങിയത്. അശ്വിൻ നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അശ്വിന്റെ കുടുംബം ആദ്യമായാണ് എത്തുന്നതെന്നും ദിയ പറയുന്നു. ഇന്ന് താൻ കുർത്തയൊക്കെ ഇട്ടാണ് നിൽക്കുന്നതെന്നും കാരണം ഇന്ന് ടോംബോയ് ലുക്കിലില്ലാത്ത പെൺകുട്ടിയായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു. അഹാന വീട്ടിലുണ്ടായിരുന്നില്ല. അശ്വിൻ ഭയങ്കര പ്രഷറിലാണെന്നും ദിയ പറഞ്ഞു. അശ്വിനും കുടുംബവും എത്തുന്നതൊക്കെ ദിയ കാണിക്കുന്നുണ്ട്. പ്രഷർ ആവേണ്ട, എന്തായാലും കയറിക്കോ എന്ന് പറഞ്ഞാണ് അശ്വിനെ ദിയ അകത്തേക്ക് കയറ്റുന്നത്. ഇതിനുശേഷം എല്ലാവരും സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ദിയ വീഡിയോ ആയി പകർത്തുന്നുണ്ടായിരുന്നു. എല്ലാ കല്യാണവും കഴിയുമ്പോഴും മാതാപിതാക്കൾക്കാണ് ടെൻഷൻ. ഞാൻ എപ്പോഴും പറയും, എന്തിനാണത്? നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്ത് ജീവിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഷെയർ ചെയ്യണം. കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ ഇവരുടെ കാര്യങ്ങൾ ഇവർ തന്നെ നോക്കിക്കോണം. വലിയ കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് കൃഷ്ണകുമാർ പറയുന്നത്. നിരവധി കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് വരുന്നത്. ഇരുവരും ഒന്നാവുന്നതിലുള്ള സന്തോഷമാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ ഈ ദിവസം ഓസിക്ക് വേണ്ടി സിസ്റ്റേഴ്സ് ആരെങ്കിലും വീഡിയോസ് എടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നി. ഓസി വ്ലോഗ് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നി. ഓസിക്ക് ഒരു മണവാട്ടിയുടെ സ്പെഷ്യാലിറ്റി നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ. ലാസ്റ്റ് കൃഷ്ണകുമാർ അങ്കിൾ പറഞ്ഞത് ഉള്ള കാര്യമാണ്. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം തീർക്കുക. അച്ഛനമ്മമാരെ എന്തിനു ടെൻഷൻ അടുപ്പിക്കണമല്ലേ എന്നൊക്കെയാണ് കമന്റുകൾ ഇങ്ങനെ പോകുന്നു. മോൾ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. എനിക്കൊരു മോളുണ്ട്, അവൾക്ക് ഇഷ്ടപ്പെടുന്ന പയ്യനെ അവൾ കല്യാണം കഴിക്കണം, അതൊക്കെയാണ് ശരി എന്നൊക്കെയാണ് മറ്റു ചിലരുടെ കമന്റുകൾ. ചിലരാണെങ്കിൽ ദിയയുടെ വീട്ടുകാരും സന്തോഷത്തിലല്ല എന്ന് ഫീൽ ചെയ്യുന്നു എന്ന സംശയം മുന്നോട്ട് വെച്ചു. എന്തായാലും ദിയ ഹാപ്പിയാണല്ലോ, നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ, ഒരുപാട് നാൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്നും ആളുകൾ കുറിക്കുന്നുണ്ട്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.